ശേഷാദ്രിനാഥിന്റെ നിയമന വിവാദത്തിൽ പ്രതിസന്ധിയിലായി UDF സർക്കാർ. KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാതിയിൽ ഇടപെട്ട് കോൺഗ്രസ് ദേശീയ നേതൃത്വം. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. നയപരമായ കാര്യങ്ങളിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. അതേസമയം വിഷയത്തിൽ വിമർശനവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നു. ശേഷാദ്രിനാഥിനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കാനുള്ള മുഖ്യമന്ത്രി VD സതീശന്റെ തീരുമാനത്തിനെതിരെ UDF-നകത്ത് വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തിയ KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ പരാതിയെ AICC നേതൃത്വം വളരെ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി മുഖ്യമന്ത്രിയെ വിളിച്ച് തീരുമാനം പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സർക്കാരിന്റെ നയപരമായ വിഷയങ്ങളിൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കണമെന്നും നിർദ്ദേശം നൽകി. രാഹുൽ ഗാന്ധിയും വിഷയത്തിൽ ഇടപെടുമെന്ന സൂചനയുണ്ട്. നിയമന വിവാദത്തിൽ PM നിയാസിന് പിന്നാലെ വിമർശനവുമായി കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ശേഷാദ്രിനാഥ് ന്യായാധിപനായിരിക്കെ RSS അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുവെന്നും സംഘപരിവാറിനു വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി VP ദുൽകിഫിൽ ആരോപിച്ചു. ശേഷാദ്രിനാഥിന്റെ നിയമനം സർക്കാർ പുനഃപരിശോധിക്കണമെന്നും ദുൽകിഫിൽ ആവശ്യപ്പെട്ടു. അദ്ദേഹത്തിന് ന്യായാധിപൻ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് RSSനും സംഘപരിവാറിനും അവരുടെ രാഷ്ട്രീയ അജണ്ടക്കനുസരിച്ചുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളെ നിർമ്മിച്ചു എന്നുള്ളത് ഞങ്ങൾക്കറിയാൻ സാധിച്ചു. സ്വതന്ത്രനായ ന്യായമായി കാര്യങ്ങൾ നടപ്പിലാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത്യാവശ്യമാണ്. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ VD സതീശന് നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റ് അത്തരത്തിലുള്ള സമീപനം സ്വീകരിക്കുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി. അതേസമയം തുടർച്ചയായ രണ്ടാം ദിവസവും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് PM നിയാസ് ശ്രമിച്ചെങ്കിലും അനുമതി ലഭിച്ചിട്ടില്ല. അധികാരത്തിലേറി ഒരു മാസം പിന്നിടുമ്പോഴേക്കും നിരവധിയായ വിവാദങ്ങളുടെ പിടിയിലാണ് UDF സർക്കാർ. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും സംഘപരിവാർ പ്രീണനത്തിനെതിരെ മുന്നണിയിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകൾ ഉയരുന്നത് സർക്കാരിന് വലിയ തലവേദനയാവുകയാണ്. കോഴിക്കോട് നിന്നും PV കുട്ടൻ.